ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അമ്മാ ബഅദ്. നമുക്കറിയാം, പുണ്യം പ്രതീക്ഷിച്ച് യാത്ര പോകാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലോകത്തെ 3 പള്ളികളിൽ രണ്ടാമത്തേതാണ് മസ്ജിദുൻ നബവി. റബ്ബിന്റെ അനുഗ്രഹത്താൽ ഏറെ പ്രത്യേകതകളുള്ള മണ്ണാണ് മദീനയുടേത്. ജന്മദേശമായ മക്കയിൽ നിന്നും പലായനം ചെയ്തെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ മത്സരിച്ച മണ്ണാണിത്. ആ പുണ്യമേറിയ മദീനയുടെ മണ്ണിൽ എത്തിച്ചേർന്ന സന്തോഷത്തിലാണ് ഇക്കാണുന്ന വിശ്വാസികൾ അത്രയും. ഇവിടെ എത്തപ്പെട്ടവരെ പോലെ ഈ മണ്ണിൽ കാലുകുത്താൻ ആഗ്രഹിക്കുന്നവരാണ് ലോകത്തുള്ള എല്ലാ മുസ്ലിം വിശ്വാസികൾ. വിശ്വാസിയുടെ മാനസാന്തരങ്ങളിൽ വസന്തത്തിന്റെ ഉറവ് നൽകുന്ന തേനരുവിയായ മദീനത്തുൽ മുനവ്വറ സന്ദർശിക്കാൻ അവർക്കും നീ തൗഫീക്ക് നൽകണേ നാഥ. ഇവിടെ എത്തിച്ചേർന്ന വിശ്വാസികൾക്ക് മാത്രമല്ല, മദീനയങ്ങ് വിദൂരതയിലാണെങ്കിലും ഇവിടെ എത്താൻ ആഗ്രഹിക്കുന്ന ഈ ലോകത്തെ മുഴുവൻ വിശ്വാസികളുടെയും മനസ്സ് ഈ മദീനയിലാണ്. അത്രമാത്രം വിശ്വാസിയുടെ ഹൃദയതാളം റൗദ ഷരീഫുമായി കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. വിശ്വാസിയുടെ ഹൃദയം സ്പന്ദിക്കുന്നത് വിശുദ്ധ മദീനയിൽ എത്താനുള്ള അനിതര സാധാരണമായ അഭിനിവേശത്തോടെയാണ്. മദീന എന്ന നാമം പോലും സത്യവിശ്വാസിയുടെ മനസ്സിനെ അവർ പോലും അറിയാതെ ആലിംഗനം ചെയ്യുന്നുണ്ട്. മദീന എന്ന പദത്തിന് പട്ടണം എന്നാണ് അർത്ഥമെങ്കിലും മദീനക്ക് ഒരുപാട് പേരുകളുണ്ട്. നേരത്തെ യസ്രിബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ആ പേര് മാറ്റുകയാണ് ഉണ്ടായത്. ബൈത്തുൽ റസൂൽ, ജസീറത്തുൽ അറബ് തുടങ്ങി ഹറമുർ റസൂലുള്ളാഹ്, ദാറുൽ ഈമാൻ പോലുള്ള നൂറുകണക്കിന് നാമങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് മദീനയിൽ. പേരുകളുടെ ആധിക്യം ഒരു വസ്തുവിന്റെ സ്ഥാനത്തെയും അതിന്റെ മഹത്വത്തെയുമാണല്ലോ സൂചിപ്പിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം മഹത്വം മദീനക്കുണ്ട് എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ, കേട്ടതിനേക്കാളും അറിഞ്ഞതിനേക്കാളും ആഗ്രഹിച്ചതിനേക്കാളും അപ്പുറത്താണ് മദീനയുടെ മണ്ണും വിണ്ണും. പറഞ്ഞാൽ തീരാത്ത ചരിത്രങ്ങളുടെ ഭൂമിയാണ് മദീന. അതുകൊണ്ട് തന്നെ മദീനക്ക് പകരം മദീന മാത്രമേയുള്ളൂ. മറ്റെല്ലാ നാടുകളും മദീനക്ക് മുമ്പിൽ നിഷ്പ്രഭമാണ്. അതുകൊണ്ടാണ് ഇവിടെ എത്തുന്നവർ മദീന വിട്ടു പോകാൻ മടിക്കുന്നത്. ഹജ്ജും ഉംറയും നിർവഹിച്ചെത്തുന്നവരോട് നിങ്ങളൊന്ന് വിശേഷങ്ങൾ ചോദിച്ചു നോക്കും. അവർ പറയുന്നത് മദീന വിട്ടു പോരാൻ മനസ്സ് വരുന്നില്ല എന്നായിരിക്കും. അത്രമാത്രം മദീനത്തുൽ മുനവ്വറ അനുരാഗത്തിന്റെ അനശ്വരതയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. നാം അറിയാതെ നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. സ്നേഹത്തിന്റെ കുളിരുകൊണ്ട് മദീന നമ്മെ കോരിത്തെരിപ്പിക്കും. സ്നേഹം കൊടുത്താൽ തിരിച്ചു കിട്ടുന്ന ഇടമാണ് മദീന. മദീനത്തുൽ മുനവ്വറ സാന്ത്വനത്തിന്റെ ശാന്ത സമുദ്രമാണ്. ആശ്വാസത്തിന്റെ തലോടലാണ് മദീന. അനുഗ്രഹത്തിന്റെ ആലിംഗനമാണ് മദീന. മദീന എന്ന് കേൾക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് ആദ്യം കടന്നു വരുന്നത് പ്രൗഢഗാംഭീര്യത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ഈ പച്ചക്കുബ്ബ തന്നെയാണ്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും പ്രതീകമായ പച്ചക്കുബ്ബ. ആ ഭംഗി കണ്ട് അഭിരമിച്ചവർ വീണ്ടും കാണാനുള്ള പ്രത്യാശയിലാണ്. തിരുനബി സ്നേഹത്തിന്റെ പ്രതീകമായ ഈ പച്ചക്കുബ്ബക്ക് ഹിജ്റയോളം പഴക്കമുള്ള ചരിത്രം തന്നെ പറയാനുണ്ട്. 10 ലക്ഷം പേർക്ക് ഒന്നിച്ച് നമസ്കരിക്കാൻ സൗകര്യമുള്ള പള്ളിക്കകത്തേക്ക് കടക്കാൻ മനസ്സിൽ വെമ്പൽ കൊള്ളുമ്പോഴും പഴയകാല മദീനയുടെ ചരിത്രമാണ് ഓരോരുത്തരുടെയും മനസ്സിലേക്ക് തെളിഞ്ഞു വരിക. മക്കയിൽ നിന്ന് മദീനയിൽ എത്തിയ പ്രവാചകൻ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ താമസം ആരംഭിച്ച ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി മസ്ജിദുൻ നബവി പള്ളി പണിയാൻ തുടക്കമിട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തിയ ബനൂ നജ്ജാർ ഗോത്രത്തിലെ സഹൽ, സുഹൈൽ എന്നീ അനാഥകളുടെ ഭൂമി അവരുടെ സംരക്ഷകനായ അസഅദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹുയുടെ അടുത്ത് നിന്നും വിലക്കുവാൻ, ആ സ്ഥലം ദാനം ചെയ്യാൻ അവർ തയ്യാറായിരുന്നെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചില്ല. അങ്ങനെ ദാനമായിട്ട് വേണ്ട എന്ന് പറഞ്ഞ് അതിന് പണം കൊടുത്തു വാങ്ങി ആ സ്ഥലത്താണ് തന്റെ അനുചരന്മാരോടൊപ്പം സ്വന്തം കൈകൊണ്ട് കല്ലും മണ്ണും ചുമന്ന് മസ്ജിദ് നബവിയുടെ നിർമ്മാണം തുടങ്ങിയത്.
മാർബിളും കൊത്തുപണികളും ഒന്നുമില്ലാതിരുന്ന അക്കാലത്ത് കട്ടയും മണ്ണും കൊണ്ടാണ് മസ്ജിദ് നബവി 12 ദിവസം കൊണ്ട് നിർമ്മിച്ചത്, അഥവാ അതിന്റെ പണി പൂർത്തിയാക്കിയത്. ഈ ലാളിത്യത്തിന്റെ പ്രതീകം തന്നെയാണ് ഇസ്ലാമിന്റെ അടയാള ചിഹ്നങ്ങൾ. പള്ളി നിർമ്മിച്ച സ്ഥലത്ത് മുശ്രിക്കുകളുടെ ഏതാനും ഖബറുകൾ ഉണ്ടായിരുന്നു. അതുപോലെ കൃഷിക്ക് വേണ്ടി തടമെടുത്ത സ്ഥലവും അതുപോലെ ഈത്തപ്പനകളും ഉണ്ടായിരുന്നു അവിടെ ധാരാളം. ഖബറുകളെല്ലാം മാന്തിയെടുക്കുകയും ഭൂമി നിരപ്പാക്കുകയും ഈന്തപ്പനകൾ അവിടെ നിന്ന് മുറിച്ച് മാറ്റുകയും ചെയ്തു. പിന്നീട് പള്ളിയുടെ ഖിബലയുടെ ഭാഗത്ത് ഈത്തപ്പനകൾ നിരത്തി നട്ടുപിടിപ്പിച്ചു. 2 വാതിൽ കട്ടിലകളും കല്ലുകൊണ്ടാണ് അന്ന് നിർമ്മിച്ചത്. ലളിതമായ രൂപത്തിൽ നിലത്ത് മണൽ വിരിച്ച് ഈത്തപ്പന തടി കൊണ്ട് തൂണും അതുപോലെ പനയോല കൊണ്ട് മേൽക്കൂരയും പണിതു ആ മസ്ജിദ്. പള്ളി നിർമ്മാണം പൂർത്തിയായ ശേഷം പള്ളിക്ക് ചുറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർക്കായി 2 മുറികൾ പണിതു. ഈത്തപ്പന തടിയും ഓലയും കൊണ്ട് മേൽക്കൂരയുള്ള 2 ചെറിയ മുറികളാണ് അന്ന് നിർമ്മിച്ചത്. അതിന് മാത്രം വലിപ്പമൊന്നുമില്ല. കൈ ഉയർത്തിയാൽ എത്തുന്ന ഉയരമേ അന്ന് ആ മേൽക്കൂരക്കുണ്ടായിരുന്നുള്ളൂ. ഒന്ന് സൗദ റളിയല്ലാഹു അൻഹയ്ക്കും രണ്ടാമത്തേത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കും വേണ്ടിയായിരുന്നു ആ 2 മുറികളും നിർമ്മിച്ചത്. ആ സമയം ഇവർ 2 പേരും മാത്രമായിരുന്നു പ്രവാചകരുടെ ഭാര്യമാരായി നിലവിലുണ്ടായിരുന്നത്. പ്രവാചക പത്നിമാരുടെ വിയോഗശേഷം ഈ വീടുകൾ മസ്ജിദ് നബവിയിലേക്ക് ചേർക്കപ്പെടുകയാണ് പിന്നീട് ഉണ്ടായത്. പിന്നീട് നമസ്കരിക്കാൻ ആളുകൾ വർദ്ധിച്ചപ്പോൾ പള്ളിയിൽ സ്ഥലം മതിയാകാതെ വന്നു. ഖൈബർ യുദ്ധശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു വില കൊടുത്ത് വാങ്ങിയ ഭൂമി കൂടി ചേർത്ത് മസ്ജിദ് നബവി വികസിപ്പിക്കുകയുണ്ടായി. അക്കാലത്ത് പള്ളി എന്ന് പറഞ്ഞാൽ അത് നമസ്കരിക്കാൻ മാത്രമുള്ള സ്ഥലമായിരുന്നില്ല. ജനങ്ങൾ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ നേടുന്ന സർവകലാശാലയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കൂടിയാലോചനാ സഭയും രാഷ്ട്രീയ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള കാര്യാലയവും എല്ലാം ഈ പള്ളിയിലായിരുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ അഭയാർത്ഥികളും മുഹാജിറുകളും അതുപോലെ ഒട്ടനവധി ദരിദ്രരും ആ പള്ളിയെ വീടുമായി കണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈത്തപ്പന തടിയിൽ ചാരി നിന്നുകൊണ്ടായിരുന്നു അന്ന് ഖുതുബ നിർവഹിച്ചിരുന്നത്. അങ്ങനെ പള്ളിയിലേക്ക് എത്തുന്ന ജനങ്ങൾ അധികരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് കാണാൻ കഴിയാത്ത വിധമായപ്പോൾ നബിയെ ആളുകൾക്ക് കാണാൻ വേണ്ടി സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മിമ്പർ ഞങ്ങൾ നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയും അവരോട് മിമ്പർ പണിയാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ മിമ്പറിന്റെ സവിശേഷത അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി കാണാം: എന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിലെ ആരാമങ്ങളിലൊന്നാണ്. എന്റെ ഈ പള്ളിയിലുള്ള നമസ്കാരം മസ്ജിദുൽ ഹറാം ഒഴികെ മറ്റു പള്ളികളിലെ നമസ്കാരത്തെക്കാൾ 1000 നമസ്കാരത്തിന് സമമാണ് എന്നും പ്രവാചകൻ പറഞ്ഞു. പിന്നീട് ഹിജ്റയുടെ 17-ാം വർഷം ഉമർ റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവി പുനർനിർമ്മാണം നടത്തി. അന്നാണ് പള്ളിയിൽ പായ വിരിക്കുന്നതും മറ്റും നടന്നത്. പിന്നീട് ഹിജ്റ 29-ൽ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ശേഷം ഉമവിയ ഭരണകാലത്ത് വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ നേതൃത്വത്തിലും മസ്ജിദ് നബവി വികസിപ്പിച്ചു. പള്ളിയുടെ 4 ഭാഗത്തും മിനാരങ്ങൾ പണിതതും അദ്ദേഹമാണ്. പിന്നീട് അബ്ബാസിയ കാലഘട്ടത്തിൽ മഹ്ദി മാത്രമേ പള്ളി വികസിപ്പിച്ചിട്ടുള്ളൂ. പിന്നീട് ഹിജ്റ 1277-ൽ സുൽത്താൻ അബ്ദുൽ മജീദ് 12 വർഷം നീണ്ടു നിൽക്കുന്ന വിപുലീകരണ ക്രിയകൾ മസ്ജിദിൽ ചെയ്തു. ശേഷം ഹിജ്റ 1372, അതായത് 1926-ൽ സൗദി ഭരണകൂടത്തിന്റെ സ്ഥാപകനായ മലിക് അബ്ദുൽ അസീസ് മക്കയും മദീനയും ഉൾപ്പെടെയുള്ള ഹിജാസിന്റെ ഭരണം ഏറ്റെടുത്തപ്പോൾ ആരംഭിച്ച വിപുലീകരണ പ്രവർത്തനങ്ങൾ മകൻ സൗദിന്റെ കാലം വരെയും നീണ്ടുനിന്നു. അതിനുശേഷം 1994-ൽ മലിക് ഫഹദിന്റെ വിപുലീകരണം ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായ പദ്ധതിയായിരുന്നു. പള്ളിയിലും പള്ളിക്ക് ചുറ്റുമുള്ള മാർബിൾ പതിച്ച തറയിലും 6,50,000 പേർക്ക് ഒരേ സമയത്ത് നമസ്കരിക്കാനുള്ള പാകത്തിൽ സൗകര്യങ്ങൾ നടന്നിട്ടുണ്ട്. 4 മിനാരങ്ങൾ ഉണ്ടായിരുന്നത് 10 ആയതും അന്നാണ്. 72 മീറ്ററാണ് ഓരോന്നിന്റെയും ഉയരം.
വായുസഞ്ചാരത്തിന് യന്ത്രവൽകൃതമായി തുറക്കാനും അടക്കാനും സാധിക്കുന്ന 27 കുബ്ബകളും മുകളിലേക്ക് കയറുവാനും ഇറങ്ങുവാനും അതുപോലെ അതിനുവേണ്ടി 4 എലിവേറ്ററുകളും സാധാരണ കോണികൾ 17 എണ്ണവും പണിതതും അദ്ദേഹം തന്നെയാണ്. ആയിരക്കണക്കിന് ടോയ്ലറ്റുകൾ ഇന്നും നമുക്ക് കാണാം. വുദു ചെയ്യാനുള്ള ടാപ്പുകൾ ഇവയെല്ലാം പള്ളിക്ക് പുറത്തായി അണ്ടർഗ്രൗണ്ടിലാണ് സംവിധാനിച്ചിരിക്കുന്നത്. അതിന്നും അതുപോലെ തന്നെ തുടർന്ന് നടന്ന വികസനത്തിന്റെ ഭാഗമായി ഇന്ന് 10 ലക്ഷം പേരെ സ്വീകരിക്കാൻ പ്രപഞ്ചത്തിൽ ഒരിടത്തുമില്ലാത്ത ഭൂമിയിലെ സ്വർഗത്തോപ്പ് വിശ്വാസികളെ കാത്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പുകളിൽ നിന്നുള്ള ഒരു തോപ്പാകുന്നു എന്ന്. ഇതിന് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി 3 വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാമതായി പറയുന്നത് ഈ സ്ഥലത്ത് നമസ്കരിച്ചവന് സ്വർഗമുണ്ട് എന്നാണ്. ഹറം ഷരീഫിൽ നിന്ന് ഒരു റക്അത്ത് നമസ്കരിച്ചാൽ അതിന് സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അതിനേക്കാൾ വലുത് തന്നെയാണല്ലേ ഈ സ്ഥലം. രണ്ടാമതായി പറഞ്ഞത് ഈ സ്ഥലം സ്വർഗത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ്. ഭൂമിയിലെ ഒരു കഷ്ണം സ്വർഗത്തിലുണ്ടെങ്കിൽ അത് മദീനയിലെ റൗള എന്ന സ്ഥലമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെ ഒരു വിശേഷണമുള്ള ഒരു സ്ഥലം മദീനയല്ലാതെ എവിടെയുമില്ല. മൂന്നാമതായി ഈ സ്ഥലം ഇപ്പോൾ തന്നെ സ്വർഗത്തിന് നേരെ സ്ഥിതി ചെയ്യുന്നു. സത്യവിശ്വാസിയെ രോമാഞ്ചം കൊള്ളിക്കുന്ന അർത്ഥമാണിത് തരുന്നത്. സ്വർഗത്തിൽ കടന്നുവെന്ന് പറയാൻ മാത്രം മഹത്വപ്പെടുത്തിയ വല്ലാത്ത ഒരു സ്ഥലമാണിത്. ആ റൗദ ഷരീഫിൽ കയറി 2 റക്അത്ത് നമസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ എത്ര സൗഭാഗ്യവാന്മാർ. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ പ്രകാശപൂരിതമായ ഹംദിന്റെയും സ്വലാത്തിന്റെയും ആരവം മുഴങ്ങുന്ന മദീനയിലെ തിരുറൗദയല്ലാതെ ഭൂമിയിൽ മറ്റൊരിടമുണ്ടോ? ഇല്ല. കാരണം അത്രയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദം പതിഞ്ഞ സ്ഥലമാണ്. ഒരു കാലത്ത് ഈന്തപ്പന ഓലകൾ കത്തിച്ചും പിന്നീട് റാന്തൽ കത്തിച്ചും വെളിച്ചം പകർന്നിരുന്ന മദീന മുനവ്വറ പാതിരാവിൽ ചന്ദ്രനിലേക്ക് ആവേശത്തോടെ നോക്കിയിരിക്കുന്നത് പോലെയാണ് ദൈവിക പ്രകാശം മാലോകർക്ക് പകർന്നു കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട തിരുദൂതർ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന മുനവ്വറ. നിയോൺ ബൾബുകളും LED ലൈറ്റുകളും ഒരുക്കുന്ന മായാജാലത്തിൽ പ്രകാശം പരത്തുന്ന മദീന നഗരം, അതിമനോഹരമായ പ്രഭ പരത്തുന്ന മദീന നഗരത്തെ ആരാണ് ഇഷ്ടപ്പെടാത്തത്? ആ പ്രകാശദീപത്തെ അടുത്തു നിന്ന് കാണാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? ആർക്കാണ് കൊതി വരാത്തത്? റൗദ ഷരീഫ് സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും ചെയ്യാനുമെല്ലാം ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ നാഥ എന്ന പ്രാർത്ഥനയോടെ വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. For more updates from Masal Media, please subscribe to this channel and press the bell icon. Jazakumullahu khairan.